ഗുഡ് ഈവനിങ് പിള്ളേരെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് എന്താ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടത് അല്ലെ. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻ എന്താണ്, ഇവിടം വരെ നമ്മൾ കണ്ടു. എങ്ങനെ നെസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ വേറെ വേറെ വകഭേദങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൂപ്പിംഗ് അപ്പ് എന്തിനായിരിക്കും? ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് ഒന്നിലധികം തവണ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ ഒന്നിലധികം തവണ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നിലവിൽ നമ്മളിപ്പോ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെയാ? ആദ്യം ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എഴുതണം, അത് വീണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സ്റ്റേറ്റ്മെന്റ് അതിന്റെ വീണ്ടും അടിയിൽ എഴുതണം, അതിന്റെ വീണ്ടും അടിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അതിന് പകരം ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൂപ്പ് കമാൻഡ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. പൈത്തണില് ഏറ്റവും ഫെമിലിയർ ആയിട്ട് നിങ്ങളെ ഏറ്റവും രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ വൈൽ ലൂപ്പ്, രണ്ടാമത്തെ ഫോർ ലൂപ്പ്. ഇത് പൈത്തണില് മാത്രമല്ല, നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും വൈലും ഫോർ ലൂപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇവിടെ പൈത്തനെ സംബന്ധിച്ച് അല്ലെ സി പ്രോഗ്രാമിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോർ ലൂപ്പ് ആയിരിക്കും ഉപയോഗിക്കേണ്ടാവും അല്ലെ. പക്ഷെ പൈത്തണിൽ കുറച്ചും കൂടി ഫെമിലിയർ കൂടുതൽ വൈൽ ലൂപ്പിനാന്ന് മാത്രം. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് വൈൽ ലൂപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. While loop. The while statement is used when you have a piece of code and you want to repeat it n number of times or forever. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ. ഒരു പീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒരു n നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിശ്ചിത അളവില് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാനം വരെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ while സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. With the while loop, we have to give a conditional statement that tells the interpreter when the loop will hold. With the while loop, we can execute a set of statement as long as condition is true. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവണോ അപ്പോഴാണ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. ട്രൂ ആവുന്ന സമയത്തൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ സിന്റാക്സ്. വൈൽനട എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അതിടാ. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത്ര നാൾ പരിചയമില്ലാത്തൊരു സംഭവമാണ് ഈ കോളൻ ഇടല്. എല്ലാ എക്സ്പ്രഷൻ കഴിയുമ്പോഴും ഒരു കോളൻ. ഇപ്പൊ നേരത്തെ നമ്മൾ ഇഫും സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചു ഈ കോളൻ ഇടാൻ മറക്കരുത്. അതിനിടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് വൈലിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈത്തണിൽ നമുക്കൊരു എൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എൽസ് ഓപ്ഷൻ, അത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാം ഡിപ്പെൻഡ്സ് അപ്പോൺ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിനിടയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എക്സാമ്പിൾ കാണാന്നുള്ളത് നമുക്ക് പൈച്ചാമിൽ പോയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, വൈനിൽ നമുക്കൊരു എക്സാമ്പിൾ ഇപ്പൊ എന്താ ചെയ്ത് നോക്കാം. നമുക്കൊരു 1 തൊട്ട് 100 വരെയുള്ള നമ്പറുകളുടെ ഒരു സമ്മ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാമാണ് നോക്കാം. അപ്പൊ അതിനെന്തൊക്കെ വേണം? നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കായിരുന്നു. സപ്പോസ് num1 ഈക്വൽസ് ആദ്യത്തെ നമ്പറിന് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു 1. 1 തൊട്ടല്ലേ തുടങ്ങേണ്ടത്, 1 തൊട്ട് 100 വരെ അല്ലേ. സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ സമ്മു 1 അങ്ങനെ എടുക്കാം. ഞാനിപ്പോ ഈ സമ്മു 1 നമ്മു 1 പറയാൻ കാരണം നിങ്ങളുടെ വിചാരത്തില് സമ്മ് നമ്മ കുറെ പേർക്ക് ഉണ്ടാവും ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അതിനാണ് ഞാൻ 1, 2 എന്നൊക്കെ മാറി മാറി ഉപയോഗിക്കുന്നത്. ഇപ്പൊ സമ്മ് 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ ഡിഫോൾട്ട് ആയിട്ട് 0 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 1 നമുക്ക് എന്താ ഇപ്പൊ നമുക്കൊരു കോണ്ടാക്ട് കിട്ടുന്നില്ല. നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം ബോർഡിൽ ചെയ്യിപ്പിക്കായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് എത്രമാത്രം അത് കൺവിൻസ്ഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ ഇതിന്റെ റെസ്പോൺസ് എന്തായാലും വീഡിയോ കഴിയുമ്പോൾ തിരിച്ചു തരണം. ഓക്കെ, അപ്പൊ നമ്പർ 1ന് ഒരു 1 എന്നുള്ള ഒരു നമ്പർ 1 തൊട്ട് 100 വരെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സമ്മ് 1 ഈക്വൽ ടു ജസ്റ്റ് ഒരു 0 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇനി എങ്ങനെ നമുക്ക് വേണ്ടത്? വൈൽ. ശ്രദ്ധിക്കുക, വൈൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചു ഇതിനിടയിൽ വൈൽ വന്നു. അതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അതല്ല ഒരു വേറെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വൈൽ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താ കണ്ടീഷൻ നോക്കാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൈയോടെ തന്നെ ഇവിടെ കണ്ടോ, ഇത് കമ്പൈലർ ഓരോ വരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ ഈ കോളൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ കോളൻ ആദ്യമേ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കാരണം എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അവസാനം ആകുമ്പോഴേക്കും നമ്മൾ മറക്കും. അപ്പൊ ഈ കോളൻ ഇവിടെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? നം
നം എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പൊ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എവിടെ വരെ വർക്ക് ചെയ്യണം? 100 ആവണ വരെ. അപ്പൊ നം ലെസ് ദാൻ ഓർ ഈക്വൽസ് 100 ആണെന്നുണ്ടെങ്കിൽ നമ്മല്ല നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ നം1 ആണ്. അതുകൊണ്ടാണ് അവിടെ റെഡ് കളർ വന്നത്. നം1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. കയ്യോടെ ഈ കോഡിന് അടിച്ചു വെക്കുക. എന്റർ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓളൊരു ടാബ് സ്പേസ് നീങ്ങിയിട്ടാണ് ഇവിടെ കേസ് തുറന്ന് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ ടാബ് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതായിരിക്കും ഈ വൈൽ ലൂപ്പിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുക. ഓക്കെ, വൈൽ നം1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓൾറെഡി സം എന്ന് പറഞ്ഞ വേരിയബിളില് 0 ആണ് കിടക്കുന്നത്. സം1 അതിലെന്ത് ചെയ്യണം? സം1 ഈക്വൽസ് സം1 പ്ലസ് എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊപ്പം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നം1 ഓൾറെഡി ഉള്ള ആ വാല്യൂ നമ്മൾ അവിടെ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇപ്പൊ ഓൾറെഡി എന്ത് കിട്ടിയത് നമുക്ക്? ഇപ്പൊ സം1 ഇപ്പൊ 0 ആണ് സം1 നിൽക്കണേ. സം1 ഇപ്പൊ എന്ത് കിട്ടി? സം1 0 ഈക്വൽ ടു 0 പ്ലസ് ഓൾറെഡി നം1 1 കിട്ടി. ഇപ്പൊ ലൂപ്പ് എന്ത് വർക്ക് ചെയ്തു? 1 എന്നുള്ള കണ്ടീഷൻ വർക്ക് ചെയ്തു. വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി. വീണ്ടും എന്താ ചെക്ക് ചെയ്യാം? വീണ്ടും നം1 എന്താ കിടക്കണേ? 1 ആയിട്ട് കിടക്കണേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് നോക്കി. ആണ്. അപ്പൊ ഓൾറെഡി ഇപ്പൊ 1 എത്ര കിടക്കണേ? ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സം1 ഉണ്ട്, നം1 ഉണ്ട് നമ്മൾ ഉപയോഗിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, അന്നേരം നിങ്ങൾക്ക് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോ നം1 ഓൾറെഡി 1 ആണ് കിടക്കുന്നത്, സം1 0 ആണ് കിടക്കുന്നത്. നം എന്തിനു വേണ്ടിയിട്ട് 1 തൊട്ട് 100 വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നം1 ഇപ്പൊ എത്ര കിടക്കണേ? 1 ആണ് കിടക്കണേ അല്ലെ. അപ്പൊ നേരെ പിടിക്ക് വന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ നോക്കി. 100 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സം1 ഇപ്പൊ എത്ര കിടക്കണേ? 0 ആണ് കിടക്കണേ അല്ലെ. 0 ഈക്വൽസ് 0 പ്ലസ് 1. 0 പ്ലസ് 1 എത്രയാ? 1. അപ്പോ 1 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടി. വീണ്ടും ലൂപ്പിലേക്ക് തിരിച്ചു പോയി. ലൂപ്പിലേക്ക് തിരിച്ചു പോകുമ്പോൾ നം1 വാല്യൂ എത്രയാണ്? 1 തന്നെ. വീണ്ടും ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ നോക്കി. കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ. വീണ്ടും അടിയിലേക്ക് വന്നു. അടിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എത്രയാണ് കിടക്കണേ? സം1 ഇപ്പൊ എത്ര കിടക്കണേ? 1 ആണ് കിടക്കണേ. 1 ഈക്വൽസ് വീണ്ടും എത്രയാണ് വരണേ? 1 ഈക്വൽസ് 1 പ്ലസ് ഓൾറെഡി നം1 എത്രയാ? 1 പ്ലസ് 1. 1 പ്ലസ് 1 എന്നുള്ള ഇതാണ് അവിടെ വരുന്നത്. അപ്പൊ ഈക്വൽസ് എത്ര കിട്ടി? 2 കിട്ടി. വീണ്ടും ലൂപ്പ് തിരിച്ചു പോയി. അപ്പം വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നം1 വാല്യൂ എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ നം1 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. വീണ്ടും അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? എപ്പോഴും 1 പ്ലസ് 1 പ്ലസ് 1 ആണ് കൂട്ടിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് ചെയ്യണം? ഈ നം1 വാല്യൂ ഓരോ ലൂപ്പിംഗ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ ഇൻക്രിമെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനിടയിൽ ജസ്റ്റ് ഒരു എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ തന്നെയാണോ കേസർ എന്ന് നോക്കാം. അവിടേക്കാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വരാം. കാരണം എന്താ? ഈ ലൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? നം1 ഈക്വൽസ് നം1 പ്ലസ് 1. ജസ്റ്റ് അതൊരു ഇൻക്രിമെന്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോ ആദ്യത്തെ 1 ആണോ ചെക്ക് ചെയ്തു. അല്ല, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ ചെക്ക് ചെയ്തു. 100 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വന്നു. സമ്മിൽ ഓൾറെഡി 0 ആണ് കിടക്കണേ. 0 ഈക്വൽ ടു 0 പ്ലസ് 1. അപ്പൊ 1 എന്നുള്ള ആൻസർ കിട്ടി. ഓൾറെഡി നം1 1 ആയിരുന്നു. അതെന്ത് ചെയ്യും? നം1 പ്ലസ് 1. നം1 എന്നുള്ളത് എന്തായി മാറി? 2 ആയി മാറി. നേരെ ഉള്ളിലേക്ക് ചെന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. കണ്ടീഷൻ ട്രൂ ആണ്. നേരെ ഉള്ളിലേക്ക് വന്നു. സം1 ഈക്വൽ ടു ഓൾറെഡി സം1 എത്ര? 1. 1 പ്ലസ് ഏതാ? 2. അപ്പൊ എത്ര കിട്ടി? 3 കിട്ടി. പിന്നെ വീണ്ടും തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് നം1 ഈക്വൽ നം പ്ലസ് 1. നം എത്ര ഓൾറെഡി എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 പ്ലസ് 1 എത്രയായി? 3 ആയി. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുന്തോറും 1 to 100 വരെ ചെക്ക് ചെയ്യും. ടിൽ എത്ര വരെ? നം1 ഇവിടെ നമ്മള് 100 ആയി ഇൻക്രിമെന്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. 100 വരെ എത്തിയെന്ന് വിചാരിക്കുക. 100 വരെ എത്തുമ്പോൾ നേരെ ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്യും. 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. ഇവിടെ ഈക്വൽ ടു കൊടുത്തിട്ടുള്ളത് കൊണ്ട് 100 വരെ വർക്ക് ചെയ്യും. ഇൻ കേസ് നമ്മളിവിടെ ഈക്വൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യുക? 99 വരെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഈ 100ന്റെ കൂടെ ഇവിടെ സമ്മ് കയറ്റിയിട്ട് ഇപ്പോൾ മേ ബി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കുമല്ലോ, 5050 ആണ് ഇവിടെ ആൻസർ വരാം.
നമ്മൾ തുടക്കം തൊട്ടേ ആദ്യത്തെ പ്രോഗ്രാം തൊട്ട് നമ്മൾ കാണുന്നത് 1 to 100 പ്രിന്റ് ചെയ്യാൻ. 5050 ആയിരിക്കും ഇതിന് ആൻസർ വരാം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 100. അതിനുശേഷം ഇവിടെ 5050 സം 1 കിട്ടി. വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ നമ്പർ 1 ഇൻക്രിമെന്റ് ചെയ്യും. നമ്പർ 1 എത്രയും മാറും? 101. 1 ഇൻക്രിമെന്റ് 101. 101 നേരെ വീണ്ടും പോയിട്ട് നമ്പർ 1 ചെക്ക് ചെയ്യും അല്ലെ. 101 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? അപ്പൊ എന്തായി? കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ലൂപ്പിന്റെ അടിയിലെ ഈ ടാബ് സ്പേസിൽ എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ് കിടക്കണേ അതൊന്നും വർക്ക് ചെയ്യാതെ നേരെ അതിന്റെ അടിയിലെ എവിടെയാണോ ഈ ടാബ് സ്പേസ് ഇല്ലാതെ അടുത്ത സ്റ്റേറ്റ്മെന്റ് കിടക്കണമെങ്കിൽ അതാണ് അടുത്ത് വർക്ക് ചെയ്യുക. അപ്പൊ എന്തായി? നമുക്ക് ഈ കണ്ടീഷൻ ഫോൾസ് ആയി ആൻസർ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യുക? പ്രിന്റ് സം ഈക്വൽ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രിന്റ് ചെയ്യുക? പ്രിന്റ് ചെയ്യാൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? പ്ലസ് എന്താണോ ആ വേരിയബിളിന്റെ നെയിം എത്രയാ? സം 1 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടേണ്ടതാണ്. നമുക്ക് ഇതിലേക്ക് കളയാം, ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. റൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. എറർ കിടക്കുന്നത് സം ഈക്വൽസ് കഴിഞ്ഞിട്ട് ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഒരു കോമ ഇടേണ്ട ആവശ്യമുണ്ട്. കണ്ടോ, ചെറിയ മിസ്സിങ്ങളാണ് നമ്മൾ ഈ ഇത് കഴിഞ്ഞാൽ പ്രിന്റിങ്ങിന് മെസ്സേജ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമ ഇടണം, അപ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ. റൺ ചെയ്ത് സം ഈക്വൽ ടു 50 അത് ചെറുപ്പം തൊട്ടേ നമുക്കറിയാം 1 to 100 കൂട്ടി കഴിഞ്ഞാൽ 50 കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. ഈ രീതിയിലാണ് വൈൽ ലൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ആൻസർ വരാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1 നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഹാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ എന്താ ആൻസർ കിട്ടണേ? ഇതെന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഇവിടെ ലൂപ്പ് അൺകണ്ടീഷണൽ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ലൂപ്പിന്റെ ഒരു അവസാനം ഇല്ല. എപ്പോഴും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ പ്രിന്റ് ചെയ്യിപ്പിക്കാം ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പ്രിന്റ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. കാരണം നമ്മളോട് ഇൻക്രിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്പർ 1 എപ്പോഴും 1 ആയിരിക്കും. ഈ കണ്ടീഷൻ തന്നെ എപ്പോഴും ട്രൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. റൺ ചെയ്യുമ്പോൾ ഇൻഫൈനൈറ്റ് ലൂപ്പ്, ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനം ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും നമ്മൾ ഈ നമ്പർ 1 ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ വന്നത്. ഇപ്പൊ തൊട്ട് മുമ്പത്തെ ഏതാണ് വന്നിട്ടുള്ളത്? ഇൻഫൈനൈറ്റ് ലൂപ്പിന്റെ. ഇതിപ്പോ ഇൻഫൈനൈറ്റ് ലൂപ്പ് ഇത്ര അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ 1 to 100 വരെ ഇൻഫൈനൈറ്റ് ലൂപ്പ് ആദ്യം പ്രിന്റ് ചെയ്തിട്ടാണ് മെസ്സേജ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സം ഈക്വൽ ടു ഇവിടെ ഇപ്പൊ എത്ര എൻ്റർ അടിച്ചാലും ഈ ഒരു ടാബ് സ്പേസ് ആണ് നോക്കുക. നമ്മളിപ്പോ എത്ര എൻ്റർ അടിച്ച അടിയിലേക്ക് താഴ്ത്തിട്ടെന്ന് വിചാരിച്ചോ, എന്നാലും കുഴപ്പമില്ല. കാരണം എന്താ? ഈ ടാബ് സ്പേസിൽ നിന്ന് നെക്സ്റ്റ് ഇവിടുത്തെ ഈ ഫസ്റ്റ് സ്പേസിലേക്ക് ഏതാണോ വരണേ ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിറ്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ വൈൽ ലൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനിടയിൽ 2 എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ ഓൾറെഡി നിങ്ങൾ സിസ്റ്റം ഉള്ളവർ ചെയ്ത് നോക്കി നോക്കുക. അല്ലാത്തവരെ ബുക്കിലൊക്കെ ഒന്ന് എഴുതി നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.